നമുക്ക് മാത്രമാണ് നഷ്ടപ്പെടുന്നത് നമുക്കാണ്. നമ്മൾ തന്നെയാണ് ഇതൊക്കെ ഇട്ടെറിഞ്ഞു പോകുന്നത്. ഒരു വീട് ഒഴിഞ്ഞു പോകുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു പുനരധിവാസം, അതിന്റെ പേരിൽ ഒരു നഷ്ടപരിഹാരം അസാധ്യമാണ്. മൂലംപിള്ളി നല്ല ഉദാഹരണം നീലകണ്ഠൻ അറിയാം. മൂലംപിള്ളി സമരം പുഴയിറങ്ങപ്പെട്ടവരുടെ സമരത്തിന് പന്തലിടാൻ പോയപ്പോ ഞങ്ങള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് എന്തായിട്ട് നടപ്പാകാനാണ് നഷ്ടപരിഹാരം. വളരെ കൃത്യം. മനുഷ്യ സ്വസ്ഥമായിട്ട് ജീവിച്ചിരിക്കുന്നു. നമുക്ക് എന്തിനാണ് നാട്, നമുക്ക് എന്തിനാണ് ഇവിടുത്തെ വികസന സംഗതികൾ കടന്നുവരുന്നത്? നമ്മെ വികസിപ്പിക്കാനല്ല എന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ മുകളിലാണ് നമ്മൾ കുറെ കാലമായിട്ട് വേവ് ചൂടുമായിട്ട് നിൽക്കുന്നത്. കേരളം വികസിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ വികസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് കടന്നു വരാനും അവർക്ക് ഇവിടെ പണം ചെലവഴിച്ചുകൊണ്ട് അവർക്ക് വികസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള ദല്ലാൽപ്പണി ചെയ്യാൻ നമ്മുടെ സർക്കാരുകൾ തയ്യാറായിവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ നടത്തുള്ളൂ. അല്ലാതെ നമ്മൾ വികസിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ ഈ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അടിസ്ഥാനപരമായ നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തികരമായി വികസിപ്പിക്കുന്ന യാതൊരു പദ്ധതികളും കുറെ കാലമായിട്ട് ഇല്ല. പൊതുമേഖല എന്ന് പറയുന്നത് ഇല്ല. പൊതുമേഖലയിലെ ആരോഗ്യം, പൊതുമേഖലയിലെ വിദ്യാഭ്യാസം, പൊതുമേഖലയിലെ കുടിവെള്ളം, പൊതുമേഖലയിലെ ഇലക്ട്രിസിറ്റി തുടങ്ങി ഊർജം തുടങ്ങിയിട്ട് നമുക്ക് ആവശ്യമായതും നമ്മുടെ അവകാശവുമായിട്ടുള്ള ഓരോന്നും തന്നെ നമ്മളിൽ നിന്ന് എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയും അത് മുഴുവനും സ്വകാര്യവൽക്കരിക്കുകയും ആ സ്വകാര്യവൽക്കരിക്കാനും ഇവിടെ അത് കൊണ്ടുവന്ന് റോഡ് അടക്കം നമുക്കറിയാം. PWD കെടുകാര്യസ്ഥതയാണ്. PWD മര്യാദക്ക് നടക്കുന്നില്ല. വാട്ടർ അതോറിറ്റി അത് കെടുകാര്യസ്ഥതയാണ്, അത് മര്യാദക്ക് നടക്കുന്നില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് അതും അങ്ങനെ തന്നെയാണ്. ബാങ്കിങ് മേഖല അതും അങ്ങനെയാണ്. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ഇതൊക്കെ നമ്മൾ നടത്തിയാൽ, പൊതുമേഖലയിൽ നടത്തിയാൽ, നമ്മുടെ സർക്കാർ നടത്തിയാൽ അത് മോശമാവുകയും സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്താൽ അവര് മൂലധനം നടത്തിയാൽ ഭംഗിയായി നടത്തുകയും ചെയ്യും എന്നൊരു വിശ്വാസം നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ കുറെ കാലമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ശരിയായിരിക്കാം, കുറെ ചിട്ടയില്ല. അവർ പണം മുടക്കുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്തമല്ലോ. ഇത് നമുക്ക് സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബഷീറിന്റെ കഥയെ ചോദിക്കുന്നുണ്ട്. ആരായി സർക്കാർ? തെങ്ങുപോലെ മരം പോലെ എന്തെങ്കിലും ആണ് സർക്കാർ? നമ്മൾ തന്നെയാണ് സർക്കാർ എന്നുള്ള പൗരബോധമില്ലാത്ത കുറെ കാലഘട്ടം, കുറെ വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി. ജനകീയം അല്ലെങ്കിൽ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന സംഗതിയെ നമ്മുടെ അവകാശത്തോടു കൂടി നമ്മൾ ചിന്തിക്കാനും പിടിച്ചു നിർത്താനും നമുക്ക് ചുട്ടപ്പോഴാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വീട് പോകും എന്ന് പറയുമ്പോൾ, വയൽ പോകും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ പഠിപ്പ് പണമെങ്കിലും നടക്കുള്ളൂ എന്ന് പറയുമ്പോഴൊക്കെയാണ് നമുക്ക് ചൂടുന്നത്. അതുവരെ നമ്മൾ അത്ര വലിയൊരു ജാഗ്രത കൈക്കൊണ്ടിരുന്നില്ല. കാരണം അപ്പോഴൊക്കെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു. നമ്മൾ ഓരോരോ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളാണ്. നമ്മുടെ നേതാക്കൾ പറയും നിങ്ങൾ എങ്ങനെ പെരുമാറണം, എപ്പോൾ പെരുമാറണം, എന്ത് പെരുമാറണം, അതനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കും. അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പൊ കിടപ്പാടം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന വികസന സങ്കല്പത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കണം. അയ്യോ, ഗാന്ധി എന്താ പറഞ്ഞേ? ഗാന്ധി വികസനത്തെ പിടിക്കുന്നല്ലോ പറഞ്ഞിരിക്കണേ. ആ വികസന സങ്കല്പം നമ്മൾ കൊണ്ടുവന്നേ ഇല്ലല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിച്ചതേ ഇല്ലല്ലോ. ഇത് ആരുടെ വികസന സങ്കല്പം? അങ്ങനെയാണ് ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ നമ്മുടേതായ ഒന്നും തന്നെ ഇല്ലായിരുന്നു, എല്ലാം അവരുടേതാണ് എന്നും നമുക്കൊരു സർക്കാർ ഇല്ലായിരുന്നു. ഉള്ള സർക്കാർ തന്നെ നമുക്ക് വേണ്ടിയല്ല അവർക്ക് വേണ്ടിയാണ് ചിന്തിക്കുന്നതും അതുകൊണ്ട് തന്നെ നമ്മെ ചൂഷണം ചെയ്യലാണ് വികസനം എന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. MLP കേരളയിലെ ഈ കോറിഡോറിനെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു പരാമർശം ഞാൻ കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് തണ്ണീർത്തരമോ 1 ഇഞ്ച് നെൽവയലോ ഇതിനു വേണ്ടി പരിഹരിക്കേണ്ടി വരികയെന്ന്. അങ്ങനെ കേരളത്തിലൊരു ഭൂമി ഉണ്ടോ? ഇത്രയും മീറ്റർ നീളത്തില് 1 ഇഞ്ച് തണ്ണീർത്തരമോ 1 ഇഞ്ച് നെൽവയലോ സ്പർശിക്കാതെ പോകാവുന്ന ഒരു കോറിഡോർ കേരളത്തിൽ എങ്ങനെ സാധ്യമാവും? എനിക്കറിയില്ല. കടലിന് നീളപ്പോൾ സാധ്യമാവുന്ന തരത്തിലല്ല അത് കേരളത്തിന്റെ കിടപ്പ്. കേരളത്തിന്റെ മണ്ണായ മണ്ണ് മുഴുവനും വയലായ വയൽ മുഴുവനും എടുത്ത് വിൽപ്പന ചരക്കാക്കി കേരളത്തിന്റെ ഭൂമിയുടെ നിർവചനം മാറ്റി, ഭൂമിയുടെ രാഷ്ട്രീയം മാറ്റി, ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇനി ഇതും കൂടി താങ്ങാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് ചിന്തിച്ച് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമല്ല ഈ പ്രോജക്റ്റ് നടപ്പാക്കാതിരിക്കാനുള്ള എല്ലാവിധത്തിലുള്ള സൗകര്യക്കേടുകളും ഉണ്ടാക്കാൻ നാം ബാധ്യസ്ഥരാണ്. എല്ലാ വിധത്തിലുള്ള സൗകര്യക്കേടുകളും ഇന്നു മുതൽ നിങ്ങൾ മാത്രമല്ല, ഇവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം ഇത് ബാധിതമാണ്. കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കാൻ പോവുകയാണ്. മനുഷ്യർ കേട്ടാൽ ചിരിക്കുന്ന തരത്തിലുള്ള വൻ തുക ഇതിന് മുടക്കാൻ പോവുകയാണ്. വൻ തുക. എന്നിട്ട് അത് ആർക്ക് ഉപയോഗത്തിന് എന്നതാണ്. അപ്പൊ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യയുടെ വികസനത്തിന്റെ കാര്യത്തിൽ അത് തന്നെയാണ്. നമ്മൾ സാമ്പത്തികമായി മുന്നോട്ട് കുതിക്കുകയാണെന്ന് പറയുമ്പോഴും ഇന്ത്യയിലെ ഓരോ ജനവിഭാഗത്തിന്റെ പ്രശ്നം എടുത്തു നോക്കിയാൽ നമുക്കറിയാം 60% പേർക്ക് കക്കൂസില്ല എന്ന് പറയുന്നു. അതിന്റെ വികസനം എന്ത് വികസനമാണ്? 60% പേര് അപ്പിടാൻ പോകുന്നത് പുഴയോരത്തേക്കാണ്, അല്ലെങ്കിൽ റെയിലിന്റെ മണ്ണത്തിലാണ്, അതല്ലെങ്കിൽ വഴിയരികിലാണ്. ഇത് വികസനമാണ്.
ഇവിടെ നമ്മൾ എവിടെ വികസിച്ചു? ഈ 50% പേർക്ക് പാർപ്പിടം തൊട്ട് വിദ്യാഭ്യാസം തൊട്ട് അവർക്ക് ആരോഗ്യം തൊട്ട് എല്ലാം കൊടുത്ത് അവരെ ഗാന്ധിജിയുടെ വാക്കുകളിൽ ഏറ്റവും ദരിദ്രനായ കർഷകന്റെ അടിസ്ഥാന ജീവിതാവകാശങ്ങൾ നിറവേറ്റി